ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ ഫഇൻ അസ്വാബഹു ഖൈറുൻ ഇത്മഅന്ന ബിഹി وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين يدعو من دون الله ما لا يضره وما لا ينفعه ذلك هو الضلال البعيد يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് ഹജ്ജിലെ 3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. മാഷാ അല്ലാഹ്. 11, 12, 13 ആയത്തുകൾ. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമെല്ലാം ഓർത്തെടുത്തുകൊണ്ട് തന്നെ നമ്മൾക്കിതിൻ്റെ വിശദീകരണവും ഇതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. 11-ാമത്തെ ആയത്ത് വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫ്. നമുക്കറിയാം, വമിനൻ നാസി എന്ന് പറഞ്ഞുകൊണ്ട് 3-ാമത്തെ ആയത്താണ് സൂറത്ത് ഹജ്ജിൽ നമ്മൾ കാണുന്നത്. 3-ാമത്തെ ആയത്തിൽ അല്ലാഹു വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ് എന്നും, 8-ാമത്തെ ആയത്തിൽ വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ എന്നും പറയുകയുണ്ടായി. ഇവിടെ അള്ളാഹ് പറയുകയാണ്, വമിനന്നാസി ജനങ്ങളിലുണ്ട്, മൻ യഅ്ബുദുല്ലാഹ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അലാ ഹർഫിൻ ഒരു ഭാഗം ചേർന്നുകൊണ്ട്, ഒരു ഓരത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഒരു വക്കിൽ ആയിക്കൊണ്ട് മാത്രം എന്നാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു എന്താണ് പറയുന്നത് നോക്കാം. ഫഇൻ അസ്വാബതുഹു, അങ്ങനെയുള്ള അത്തരം ആളുകൾക്ക് എന്തെങ്കിലും വന്നെത്തിയാൽ, ബാധിച്ചാൽ, എന്ത് ഖൈറുൻ നന്മയായിട്ട് വല്ലതും വന്നെത്തിയാൽ, ഇത്മഅന്ന ബിഹി അതുകൊണ്ട് അവൻ ശാന്തനാകും, അടങ്ങി ഒതുങ്ങി കഴിയും. വഇൻ അസ്വാബതുഹു ഫിത്നതുൻ എന്നാൽ അവന് വല്ല പരീക്ഷണമോ അല്ല കുഴപ്പമോ പ്രയാസമോ വന്നാലോ, ഇൻഖലബ അവനാകെ അവതാളത്തിലാകും. അതാണ് അല വജീഹി അവൻ്റെ മുഖത്തിന്മേൽ എന്ന് പറഞ്ഞാൽ മുഖം കുത്തിക്കൊണ്ട്, ഒറ്റ നിരാശനായിക്കൊണ്ട് അവൻ അവതാളത്തിലാകുമെന്ന് അള്ളാഹു പറയുന്നു. ഖസിറ ദുനിയ വൽ ആഖിറ, 2 ലോകത്തും അവന് നഷ്ടമാണ് കാണാൻ സാധിക്കുക, അവന് പരാജയമായിരിക്കും. ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് തന്നെയാണ് വ്യക്തമായ പരാജയമെന്ന്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു തആലയെ ആരാധിക്കേണ്ട രൂപത്തിൽ ആരാധിക്കാതെ ഏതെങ്കിലും ഒരു ഭാഗം ചേർന്ന് നിന്നുകൊണ്ട്, ഒരു ഓരം ചേർന്ന് നിന്നുകൊണ്ട് മാത്രം ആരാധിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അവർക്ക് വരാനിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളെ സംബന്ധിച്ച്, അത്തരം ആളുകളുടെ നിലപാടുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തമാക്കുന്ന ഒരായത്താണിത്. തൊട്ടു മുന്നേയുള്ള ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കാര്യത്തിൽ തർക്കം നടത്തുന്നവരെ കുറിച്ച് പ്രസ്താവിക്കുകയും, ശേഷം ഈ ഒരു ആയത്തിൽ അള്ളാഹുവിന് സ്ഥായിയായ രൂപത്തിൽ, സ്ഥിരതയില്ലാത്ത രൂപത്തിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസത്തിലും അള്ളാഹുവിൻ്റെ മതത്തിലുള്ള ഒരു അടിയുറച്ച വിശ്വാസം ക്ലിയറാക്കാതെ അവരിങ്ങനെ ചാഞ്ചാടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അവരുടെ ഒരു നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ വിശ്വാസവും ആരാധനകളുമെല്ലാം അപ്പോൾ അവർക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥക്കനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. മതത്തിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മധ്യത്തിലേക്ക് എങ്കിലും അവർക്ക് പ്രവേശിക്കാനാവുന്നില്ല എന്ന്, മറിച്ച് അതിൻ്റെ പുറംഭാഗങ്ങളിലൂടെ മാത്രം ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടായിരിക്കും അത്തരം ആളുകളുടെ വിശ്വാസമെന്നും
ആരാധനകളെന്നും അള്ളാഹു സൂചിപ്പിക്കുകയാണ്. സൂറത്ത് നിസായിൻ്റെ 143 ആയത്തിൽ നമ്മൾ കണ്ടതാണ് മുദബ്ദിബീന ബൈന ദാലിക ലാ ഇലാഹാ ഉലാഇ വലാ ഇലാഹാ ഉലാഇ എന്ന്. ഇവിടെ പറഞ്ഞത് മുനാഫിക്കുകളെ സംബന്ധിച്ചാണ്. ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുനാഫിക്കുകളായി കഴിഞ്ഞുകൂടുന്ന അത്തരം ആളുകളുടെ നമസ്കാര വിഷയമാണ് സൂറത്തു നിസാഇൻ്റെ 143 ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഈ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ടും ഇങ്ങോട്ടുമല്ലാതെ ആടിക്കളിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ എന്ന് സൂചിപ്പിച്ചതുപോലെ ഇവിടെയും അള്ളാഹു പറയുകയാണ്, അവർക്ക് വല്ല നന്മയും ഉണ്ടായാൽ ഒരവസ്ഥ, എന്നാൽ വല്ല തിന്മയും വന്നാൽ മറ്റൊരവസ്ഥ. അവരാകെ മുഖത്തിന്മേൽ മുഖം കുത്തി ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവർ മറിഞ്ഞു പോകും. എൻഖലാബ് എന്നുള്ള പദം അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ കുഫറിൻ്റെ അനിവാര്യ ഫലങ്ങളാണ് അവർക്കുണ്ടാകുന്ന സംശയവും നിരാശയുമെന്നും ഈമാനിൽ അഥവാ സത്യവിശ്വാസത്തിൽ അവർക്ക് അടിയുറച്ച ഒരു വിശ്വാസമില്ലാത്തതാണ് അവരുടെ സംശയവും നിരാശയും ഒക്കെ അവർക്കുണ്ടാകുന്നത്, അല്ലെങ്കിൽ അത്തരം അവസ്ഥകൾ നിലപാടിൽ അവർ ആകുന്നത് എന്ന് മനസ്സിലാക്കി തരികയാണ്. നമുക്കറിയാലോ ഒരു വിശ്വാസി സത്യത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ പ്രശസ്തമായൊരു ഹദീസിൽ അജബൽ അംരിൽ മുഅ്മിൻ എന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നത് ഞാൻ നിങ്ങളും മനസ്സിലാക്കിയതാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ അല്ലാഹുവിനെ ആരാധിക്കുന്ന ആളുകളുടെ നഷ്ടത്തെ സൂചിപ്പിക്കുകയാണ്. ഏത് നിലപാടാണോ അവർ സ്വീകരിക്കുന്നത്, ഒന്നുകിൽ അവർ ഈ കക്ഷിയിലോ അല്ലെങ്കിൽ ആ കക്ഷിയിലോ എന്ന് അവർക്ക് തന്നെ ഏതിലാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്നറിയാതെ ഇങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക എന്നാണ് സൂചിപ്പിച്ചത്. തുടർന്നു കൊണ്ട് അള്ളാഹു പറയുന്നു, കഴിഞ്ഞില്ല ആ ആയത്തിൻ്റെ അവസാനത്തിൽ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് വല്ലാത്ത ഒരു പ്രയോഗമാണ്. അവർക്ക് അതൊരു വമ്പിച്ച വ്യക്തമായ നഷ്ടം തന്നെയാണ്. അതിൽ പരം അവർക്കൊരു നഷ്ടവും വരാനില്ല എന്ന് നമുക്കറിയാലോ. നഷ്ടബോധത്തിൻ്റെ ദിവസം എന്ന് അന്ത്യനാളിനെ സൂചിപ്പിച്ചിടത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള അള്ളാഹുവിനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ കുഫറും ഷിർക്കും വന്നു പോയിക്കൊണ്ട് അത്തരം കുഫറിലും ഷിർക്കിലും ആപതിച്ച് ജീവിച്ച ആളുകളെ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ഏറ്റവും കടുത്ത ഗൗരവമേറിയ വിചാരണയുണ്ടാവുമെന്നും അവരുടെ കുഫറും ഷിർക്കുമായിരിക്കും അത്തരം ഗൗരവമേറിയ വിചാരണക്ക് അവരെ വിധേയമാക്കിയിട്ടുണ്ടാവുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൂറത്ത് ശുറാഇൻ്റെ 92-93 ആയത്തുകളിലൂടെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളിവിടെ കൂട്ടി മനസ്സിലാക്കണം. ഖീല ലഹും ഐനമാ കുന്തും തഅബുദൂൻ മിൻ ദൂനില്ലാഹി ഹൽ യൻസുറൂനകും ഔ യൻതസിറൂൻ എന്നാണ് അള്ളാഹു ചോദിക്കുക. എന്താ ചോദിക്കുക? എവിടെ പോയി നിങ്ങളുടെ ആരാധ്യന്മാരൊക്കെ? നിങ്ങൾ അള്ളാഹുവിന് പുറമെ അവർ നിങ്ങളെ സഹായിക്കുകയോ സ്വയം സഹായം നേടുകയോ ചെയ്യുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരോട് ചോദിച്ച് അങ്ങനെ ജീവിക്കുകയായിരുന്നല്ലോ, അവരോട് പ്രാർത്ഥിച്ച് കഴിയുകയായിരുന്നല്ലോ. അപ്പം അവരൊക്കെ എവിടെ പോയി എന്നുള്ള വല്ലാത്തൊരു ചോദ്യം അന്നത്തെ ദിവസം അവരെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയാണ്. ഇവിടെ പറഞ്ഞത് അവർക്ക് ആഖിറ നാളിൽ മാത്രമല്ല ദുനിയാവിലും വമ്പിച്ച നഷ്ടമായിരിക്കുമെന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. തുടർന്നു കൊണ്ടുള്ള ആയത്തും അതിൻ്റെ ബാക്കിയായിട്ട് അള്ളാഹു പറയുകയാണ്, യദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യളുറുഹു വമാ ലാ യൻഫഉഹു. അള്ളാഹുവിന് പുറമെ തനിക്ക് യാതൊരു ഉപദ്രവവും ളുറോ നഫോ ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെയാണ് അവർ ദഅയദുഉ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. എന്നിട്ട് അള്ളാഹു പറയണത് ദാലിക ഹുവൽ ളലാലുൽ ബഈദ്, അത് വിദൂരമായ വഴിപിഴവാണ് എന്ന്. നമുക്കറിയാം ഇത്തരം പ്രയോഗങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചാരാധിക്കുന്ന വിഷയങ്ങൾ പറയുന്നിടത്തൊക്കെ സൂറത്ത് ഇബ്രാഹിമിലും സബയിലുമെല്ലാം അള്ളാഹു പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് വല്ലാത്ത വിദൂരമായ ഒരു വഴികേട് തന്നെയാണ് എന്ന്. അപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എങ്ങനെയെന്നും
അള്ളാഹുവിനോടുള്ള ആ ഒരു തൗഹീദ്, അള്ളാഹുവിലുള്ള ആ അടിയുറച്ച വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വഹദാനിയത്തിൻ്റെ കലിമത്ത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിനെ മാത്രം ആരാധിച്ചുകൊണ്ട് റബ്ബിനോട് മാത്രം സഹായാർത്ഥനകളും ആവശ്യങ്ങളും സങ്കടങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം വെച്ചുകൊണ്ട് ഒരു മുസൽമാൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇത്തരം ആയാത്തുകൾ പഠിക്കുന്നതിലൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയണം പ്രിയമുള്ളവരെ. 13-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നു, യദ്ഉ ലമൻ ളർറുഹു അഖ്റബു മിൻ നഫ്ഇഹി ലബിഅസൽ മൗല വലബിഅസൽ ആശിർ. അള്ളാഹു പറയുന്നു യദ്ഉ, രണ്ടായത്തുകളും ഒരേ സെയിം രൂപത്തിലാണ് പറയുന്നത്. അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ. യദോ അവർ വിളിക്കുന്നു ലമൻ ഒരുത്തനെ, യാതൊരുവനെ, ലറുഹു അവൻ്റെ ഉപദ്രവം, അഖ്റബു അഫ്വാൽ വസിലാണ് ഏറ്റവും കൂടുതലായതാണ്, മിൻ നഫ്ഇഹി അവൻ്റെ ഉപകാരത്തേക്കാൾ, അവനിൽ നിന്ന് കിട്ടുന്ന ഉപകാരത്തേക്കാൾ അവൻ്റെ ഉപദ്രവമാണ് കൂടുതൽ ഉണ്ടാകുക എന്നാണ് അള്ളാഹു പറയുന്നത്. യാതൊരുത്തൻ്റെ ഉപദ്രവം അവൻ്റെ ഉപകാരത്തേക്കാൾ കൂടുതൽ അടുത്തതാണോ അങ്ങനെയുള്ളവനെ തന്നെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള ആളുകളോടാണ് ഇത്തരക്കാരുടെ വിളിച്ച് പ്രാർത്ഥന അല്ലെങ്കിൽ വിളിച്ച ആരാധന, പ്രാർത്ഥന എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിച്ചത് ശ്രദ്ധേയമാണ്, ലബിഅസൽ മൗല വലബിഅസൽ ആശിർ. ലബിഅസൽ മൗല, എത്ര ദുഷിച്ചതാണ്, എത്ര മോശപ്പെട്ടതാണ്. ബിഅസ അല്ലേ, മോശപ്പെട്ടത്. നിഅമ അതിൻ്റെ ഓപ്പോസിറ്റ്. മൗല സഹായകൻ, അവർ വിളിച്ചാരാധിച്ചു കൊണ്ടിരിക്കുന്ന, സഹായം തേടിക്കൊണ്ടിരിക്കുന്ന ആ മൗല എത്ര മോശമാണ്. വലബിഅസ മാത്രമല്ല, അവൻ എത്ര മോശമാണ്, അവൻ ദുഷിച്ചതും തന്നെയാണ് അൽ അശീർ കൂട്ടാളിയായിട്ട് എന്ന്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, അവർ വിളിച്ചാരാധിച്ചു കൊണ്ടിരിക്കുന്ന, സഹായം തേടിക്കൊണ്ടിരിക്കുന്ന അവരെത്ര ദുഷിച്ച രക്ഷാധികാരിയാണ്, എത്ര ദുഷിച്ച കൂട്ടുകാരനാണ് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, സൂറത്ത് യൂനുസിൻ്റെ 30-ാം വചനത്തിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. നബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത്, ഓരോ ആത്മാവും മുൻകൂട്ടി ചെയ്തത് പരീക്ഷിച്ചറിയുമെന്ന. വർദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്, കണ്ടോ, യഥാർത്ഥ രക്ഷാധികാരിയിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യുമെന്ന് മുന്നേ കൂട്ടി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിക്കുന്ന ഈ വിഷയം അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ഓരോ മനുഷ്യരും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ മൗലയായിട്ട് ഇത്തരത്തിലുള്ള മോശമായ ആളുകളെ പിന്നീട് യാതൊരുവിധ ഉപകാരവും അവരെ കൊണ്ട് അവർക്ക് കിട്ടില്ല എന്നാണ് അല്ലേ. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൻ്റെ വിവിധ ആയാത്തുകളിലൂടെ വിഷയം ഇടക്കിടക്ക് കേൾപ്പിക്കുന്നുണ്ട്. സൂറത്ത് ഖസസ് ഒക്കെ പഠിച്ചറിഞ്ഞ നമ്മൾക്കറിയാം, യൗമ യുനാദീഹിം ഫയഖൂലു ഐന ശുറകാഇല്ലദീന കുൻതും തസ്ഉമൂൻ, അവരോട് ചോദിക്കുകയാണ് അല്ലാഹു, അവരെ വിളിക്കും. യൗമ യുനാദീഹിം, അവരെ വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഫയഖൂലു, എന്നിട്ട് ചോദിക്കും, ഐന ശുറകാഇല്ലദീന കുൻതും തസ്ഉമൂൻ, നിങ്ങൾ എന്നിൽ പങ്കു ചേർത്തുകൊണ്ട് നിങ്ങൾ വിളിച്ചാരാധിച്ചിരുന്ന ആ ആളുകളൊക്കെ, എൻ്റെ പങ്കാളികളായിട്ട് നിങ്ങൾ ജൽപ്പിച്ചിരുന്നവരൊക്കെ എവിടെയെന്ന് അവരോട് ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്നുള്ള ആ വാക്ക്, ആ വാചകമായത് ശ്രദ്ധേയമാണ് പ്രിയമുള്ളവരെ. ഇവിടെ അല്ലാഹു പറയുകയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തിരിച്ചറിയാതെ അള്ളാഹുവിൻ്റെ കൂടെ മറ്റ് ആരാധ്യന്മാരെ പങ്കുകാരെ വെച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സഹായം തേടിക്കൊണ്ട് പങ്കാളികളായി കൂട്ടാളികളായി സ്വീകരിച്ച അത്തരം ആളുകൾ എത്ര മോശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുക. ലബിഅസൽ മൗല വലബിഅസൽ അശീർ. ഒരിക്കലും അത്തരം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, അല്ലാഹു അല്ലാത്തവർക്ക് അവർ അർപ്പിച്ചിരുന്ന ആരാധനകളെ കുറിച്ച് അവരോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് മാത്രമല്ല, ഇത്തരം ആളുകളൊന്നും അവർക്ക് അന്നേ ദിവസം ഒരു സഹായവും
ചെയ്തു കൊടുക്കുകയില്ല എന്ന്. ഇവിടെ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ് ഖസിറ ദുനിയാ വൽ ആഖിറ എന്ന, രണ്ട് ലോകത്തും അവർക്ക് നഷ്ടമാണ്, പരാജയമാണ് എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ ഇവരുടെ വലിയ വിലാപങ്ങൾ കേൾപ്പിച്ചുകൊണ്ട്, ആ വിലാപങ്ങൾ കേൾപ്പിക്കുന്ന ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞ വലല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ എന്ന് പറഞ്ഞിട്ടാണ് യൂനുസിലെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല അവസാനിപ്പിക്കുന്നത്. അവർ പറഞ്ഞുണ്ടാക്കിയതെല്ലാം അവരിൽ നിന്ന് തെറ്റിപ്പോകുമെന്നാണ്. വല്ല അൻഹും മാ കാനൂ യഫ്തറൂൻ. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിൻ്റെ ആ ഒരു സുതാര്യത, ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ ഒരു ആഴം, ആ ഒരു പരപ്പ് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കൂടുതൽ ഇത്തരം വിഷയങ്ങളിൽ അറിവാർജിച്ചെടുത്തുകൊണ്ട് നല്ല രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിട്ട്, പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അത് സമൂഹത്തിലേക്ക് അറിയിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾക്ക് മുന്നേറാൻ സാധിക്കട്ടെ. കൂടുതൽ വിശദീകരണവുമായി അടുത്ത ആയത്തിൽ നമ്മൾക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.